ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇന്നാണെന്നുണ്ടെങ്കിൽ പാചകത്തിൻ്റേത് ഒന്നുമല്ല, ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ. ഇന്നൊരു സന്തോഷം ഉള്ള ഒരു ദിവസമാണെന്ന് എനിക്ക് കാര്യം. നിങ്ങൾ വിചാരിക്കും എന്തോ ഇത്ര സന്തോഷം എന്നുള്ളത്. അതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ കുറേ നാളത്തെ ഉള്ള പരിചയമേ ഉള്ളൂ. പക്ഷേ അത് ആ കുട്ടി നമ്മുടെ വീട്ടിൽ വരുന്നുണ്ട്. അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട്. അത് അമ്പലത്തിൽ പോകാനായിട്ട് വരുന്നത്. അന്നേരം ഇപ്പോൾ ആ വഴി തന്നെ ഇവിടോട്ട് കയറാമെന്ന് പറഞ്ഞു. നമ്മുടെ ഈ വഴി കൂടെ അവർ പോകുന്നത്. അങ്ങനെ ഈ വഴി കൂടെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഒരു സന്തോഷമുണ്ട് അതിന്. ഞാനാണെന്നുണ്ടെങ്കിൽ ഇന്നാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ രീതിക്ക് ആഹാരമൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ വരുമ്പോൾ ഒരു സന്തോഷമല്ലയോ. നമുക്കാണ് ഒരുപാട് നാളത്തെ പരിചയമൊന്നുമില്ല. എന്തോ ഒരു ആത്മബന്ധം പോലെ ആ കുട്ടിയുമായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ കുറച്ച് നാളത്തെ ഒരു പരിചയമുള്ളൂ. അവൾ പറഞ്ഞു, ചേച്ചി ഞാൻ ഇതുവഴി വരുമ്പോൾ ഇതുവഴി ഇറങ്ങിയിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളാണ് വീഡിയോ അധികമായിട്ടോ എനിക്കിതൊന്നും പാചകം ചെയ്യുന്ന വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റിയില്ല. പക്ഷേ എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തേക്കുന്നതാണ് ചെറിയ രീതിക്കുള്ള വെജിറ്റബിൾ കൊണ്ടൊക്കെ ഉള്ള ഒരു ആഹാരം ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. അത് ഞാനൊന്ന് കാണിക്കാം നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളത്. നമ്മളിത് വഴറ്റി ചെയ്ത ഒരു അവിയലാണ്. ഞാൻ ഇങ്ങനെ വഴറ്റിയെടുത്ത ഇത് ചെയ്തേക്കുന്നത് ആവിയിലാക്കി വേവിച്ചെടുത്ത ഇങ്ങനെ ഈ അവിയൽ ചെയ്തേക്കുന്നത്. അങ്ങനെ അവിയൽ ചെയ്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് വലിയ പാത്രത്തിലാകുമ്പോൾ നമുക്ക് അതുകൊണ്ടെങ്കിൽ വഴറ്റിയൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ചെയ്തേക്കുന്നത് ഒരു സാമ്പാർ. ഞാൻ കൈകൊണ്ട് തന്നെ വീഡിയോ പിടിച്ചേക്കുവാണ്. ഒരു സാമ്പാർ ചെയ്തു. പിന്നെയാണെന്നുണ്ടെങ്കിൽ ചെയ്തേക്കുന്നത് ബീട്രൂട്ട് തോരനെ. അത് കഴിഞ്ഞിട്ട് പിന്നെ മോരുകറി തയ്യാറാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ മീൻ വറക്കാനായിട്ട് പുരട്ടി വെച്ചേക്കുന്നു. അതിപ്പോൾ ഒരു അരമണിക്കൂർ കൂടുതലായി. ഞാനിതിനെ വറക്കാൻ പോവുകയാണേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പപ്പടം കാച്ചിയിട്ടുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ ഐറ്റങ്ങളാണ് ചെയ്തേക്കുന്നത്. എന്നെക്കൊണ്ട് അപ്പോൾ ഇന്നലെ വൈകിട്ട് പറഞ്ഞത്, ഞാൻ പറഞ്ഞു ഇവിടെ വന്ന് കഴിക്കാമെന്ന് പറഞ്ഞതിന് വൈകിട്ടായപ്പോഴാണ് പറഞ്ഞത്. അതുകൊണ്ട് പിന്നെ ഞാൻ പെട്ടെന്ന് ഇതെല്ലാം തയ്യാറാക്കിയതാണ്. അത് കഴിഞ്ഞ് അതാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ കാണുക എന്നുള്ളതല്ലയോ. എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുണ്ട്. ഇങ്ങനെ പിന്നെ പെട്ടെന്ന് എനിക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അങ്ങനെ വരാമെന്ന് പറഞ്ഞു. ഞാനിത് പറയാൻ കാര്യം പറഞ്ഞാൽ അനില എന്നാ കുട്ടിയുടെ പേര്. അത് വരുമ്പോൾ ഞാൻ പിന്നീട് ആ വീഡിയോ അവൾ വന്നു കഴിഞ്ഞിട്ട് പിടിക്കാം. അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. കാര്യം അതിൻ്റെ ഭർത്താവ് മരിച്ചു പോയതാണ്. പിന്നെ ഒരു 40 വയസ്സേ ഉള്ളായിരുന്ന കൊച്ചനെന്ന് പറഞ്ഞു. ഹാർട്ട് അറ്റാക്ക് വന്നത്, അത് മരിച്ചു പോകാതെ. 2 കുഞ്ഞുങ്ങളുണ്ട് അവൾക്ക്. അതുങ്ങളെ വളർത്താനായിട്ട് ചെറിയൊരു ജോലി ഏതാണ്ടുണ്ട്. അതിൻ്റെ കൂടെ ആണെന്നുണ്ടെങ്കിൽ ഈ യൂട്യൂബും കൂടെ ചെയ്തതിന് പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ അവളെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പാവം ഒരു കുട്ടിയാണ്. നമുക്ക് കേട്ടപ്പോൾ സങ്കടം തോന്നി. ചെറുപ്പക്കാരി ഒരു കൊച്ച, അതിന് ആ കുഞ്ഞുങ്ങളെ വളർത്തി ഇതാക്കി വരണ്ടായോ. അപ്പം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ അതിനെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ഞാൻ പറയാം. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ പറയാൻ വന്നിട്ട് കേൾക്കാൻ പറയണ്ടായല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒന്ന് അതിനെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ അതിനെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഞാൻ അതിനാണ് ഇപ്പോൾ ഈ വീഡിയോ പിടിച്ചത്. വന്നു കഴിഞ്ഞിട്ട് അത് സംസാരിക്കണ്ടായെന്ന് വെച്ചോണ്ട് വന്നു കഴിഞ്ഞിട്ട് അവൾ വന്നിട്ട് ഞങ്ങളുടെ കൂടെ ഉള്ള ഒന്ന് ഞങ്ങൾ കാണിക്കാമേ. വീഡിയോ ചെറുതായിട്ട് എടുക്കണമെന്നുണ്ട്. അതിൻ്റെ ചാനലിൻ്റെ പേര് ഒരു പത്തനംതിട്ടക്കാരി എന്ന ചാനലിൻ്റെ പേര് കേട്ടോ. ഒരു പത്തനംതിട്ടക്കാരി അങ്ങനെയുള്ള അതൊന്ന് അടിച്ചു കൊടുത്താൽ മതി, അത് കിട്ടും. ഞാനത് പറയുമായിരുന്നു കേട്ടോ. സപ്പോർട്ട് ചെയ്യണം കേട്ടോ.